വർഷം 1930. അമേരിക്കയിലെ ഒരു റോഡരികിൽ കാർ കേടായതുകൊണ്ട് ഏതെങ്കിലും ഒരു വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി ഒരാൾ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ദൂരെ നിന്നും ഒരു കാർ വരുന്നത് അയാൾ കാണുന്നു. ഉടനെ തന്നെ അയാൾ ആ കാർ കൈ കാണിച്ചു നിർത്തുന്നു. ആ കാറിൽ ഉണ്ടായിരുന്നത് 2 കപ്പിൾസ് ആണ്, ബോണി ആൻഡ് ക്ലൈഡ്. കാർ നിർത്തിയ ഉടനെ അത്രയും നേരം ഒരു വണ്ടി വരാൻ വേണ്ടി നോക്കി നിന്നിരുന്ന ആൾ പെട്ടെന്ന് നിലത്ത് കിടക്കുന്നു. ഇത് കണ്ട ബോണിയും ക്ലൈഡും എന്താണെന്നറിയാതെ പരസ്പരം നോക്കുന്നു. ഉടനെ തന്നെ കാറിന്റെ 4 ഭാഗത്തു നിന്നും പോലീസുകാർ ബോണിയെയും ക്ലൈഡിനെയും വെടിവെച്ച് കൊല്ലുന്നു. എന്തിന്? ഇത് കൊലയാളികളായ കപ്പിൾസിന്റെ കഥയാണ്. വളരെ കുറച്ചു കാലമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചത്. എന്നാൽ ആ ദിവസങ്ങളിലെല്ലാം കൊല നടത്തിയും കൊള്ളയടിച്ചും ഇവർ ഒരു യാത്രയിലായിരുന്നു. 1930 ജനുവരി 5 ക്ലൈഡ് അന്ന് 2 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. വെറും 21 വയസ്സേ അന്ന് ക്ലൈഡിനുണ്ടായിരുന്നുള്ളൂ. അന്നാണ് അതേ ജയിലിൽ മറ്റൊരു സെല്ലിൽ കിടക്കുന്ന തന്റെ ഭർത്താവിനെ കാണാൻ 19കാരിയായ ബോണി എത്തുന്നത്. അവിടെ വെച്ച് ബോണിയും ക്ലൈഡും കണ്ടുമുട്ടുന്നു. ഇത്രയും ചെറിയ പ്രായത്തിൽ ജയിലിൽ കിടക്കുന്ന ക്ലൈഡിനെ കണ്ട് ബോണിക്ക് അലിവ് തോന്നും. പിന്നീട് ബോണി ക്ലൈഡിനെ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നു. അങ്ങനെ ക്ലൈഡ് ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നു. ജയിലിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് ക്ലൈഡ് വീണ്ടും പോലീസിന്റെ പിടിയിലാവുന്നു. അങ്ങനെ 1932 ക്ലൈഡ് ജയിൽ മോചിതനായി. പുറത്തിറങ്ങിയ ക്ലൈഡ് തന്റെ അടുത്ത ക്രൈം ആസൂത്രണം ചെയ്യാനുള്ള യാത്ര തുടങ്ങി. ആ യാത്രയിൽ ക്ലൈഡ് ബോണിയെ കണ്ടുമുട്ടുന്നു. അപ്പോൾ ബോണി അറിയുന്നു ക്ലൈഡിന്റെ അടുത്ത പ്ലാൻ ഒരു ബാങ്ക് കൊള്ളയടിക്കാനാണെന്ന്. അതുവരെ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും ജീവിച്ചിരുന്ന ബോണി ക്ലൈഡിന്റെ ഒപ്പം കൂടി. അങ്ങനെ തൊട്ടടുത്ത ദിവസം ഇവർ 2 പേരും പട്ടാപ്പകൽ ഒരു ബാങ്ക് കൊള്ളയടിച്ചു. പോലീസ് ഇവരെ ചേസ് ചെയ്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഡ്രൈവിംഗിൽ വളരെ എക്സ്പേർട്ടായ ക്ലൈഡ് പോലീസിൽ നിന്നും കാർ ഓടിച്ച് രക്ഷപ്പെട്ടു. അന്നത്തെ റോഡുകളെല്ലാം വളവും തിരിവും കുണ്ടും കുഴികളുമുള്ള റോഡുകളായിരുന്നു. ആ റോഡുകളിലൂടെയാണ് ക്ലൈഡ് പോലീസിൽ നിന്നും വാഹനം ഓടിച്ച് രക്ഷപ്പെട്ടത്. പിടിക്കപ്പെടാതിരിക്കാൻ പലതരത്തിലുള്ള കാറുകളാണ് ബോണിയും ക്ലൈഡും ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഇവർ പിന്നീട് വീണ്ടും ഒരുപാട് കൊള്ളകൾ നടത്തി. ഇവരെ എതിർത്തു നിന്നവരെയെല്ലാം ഇവർ വെടിവെച്ചിട്ടു. ഓരോ ക്രൈമിന് ശേഷവും ഇവർ പോലീസിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും പോലീസിന് ഇവരെ പിടിക്കാനായില്ല. അങ്ങനെ അവിടുത്തെ മാധ്യമങ്ങൾ പോലീസിന്റെ പരാജയം ആഘോഷിക്കാൻ തുടങ്ങി. അതോടെ മൊത്തം പോലീസും എന്ത് വില കൊടുത്തും ബോണിയെയും ക്ലൈഡിനെയും പിടിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പോലീസിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുമാരെ മാത്രം വെച്ച് പോലീസ് ഒരു ടീമിനെ ഉണ്ടാക്കി. ബോണിയും ക്ലൈഡും പോകാനുള്ള എല്ലാ വഴികളും അവരുടെ ബന്ധുക്കളിൽ നിന്നും പോലീസ് ചോദിച്ചു മനസ്സിലാക്കി. അപ്പോൾ ഇടുങ്ങിയ വഴികളിലൂടെ കാറോടിക്കാൻ എക്സ്പേർട്ടാണ് ക്ലൈഡ് എന്ന് മനസ്സിലാക്കിയ പോലീസ് എല്ലാ ഇടവഴികളിലും ഇവർക്കായി വലവിരിച്ചു. അങ്ങനെ ഒരു ദിവസം ബോണിയും ക്ലൈഡും ഇവർ മോഷ്ടിച്ച കാറിൽ ഒരു ഇടവഴിയിലൂടെ വരികയായിരുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് ഇവർ കണ്ടു. ആ കാറിലുള്ള ഒരാൾ ഇവരോട് ഹെൽപ്പും ചോദിക്കുന്നുണ്ടായിരുന്നു. ക്ലൈഡ് തന്റെ വണ്ടി നിർത്തി. അപ്പോൾ ഹെൽപ്പ് ചോദിച്ച ആൾ പെട്ടെന്ന് തന്നെ നിലത്ത് കടന്നു. പിന്നീട് ഒട്ടും വൈകാതെ റോഡരികിലെ കുറ്റിക്കാടുകളിൽ ഒളിച്ചിരുന്ന പോലീസ് ബോണിക്കും ക്ലൈഡിനും നേരെ നിറയൊഴിച്ചു. ഏകദേശം 130 തവണയാണ് പോലീസ് ബോണിയെയും ക്ലൈഡിനെയും വെടിവെച്ചത്.